بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ശവ്വാൽ അമ്പിളി സ്റ്റാർ കോസ്റ്റ് ഈദ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഇവിടെ പുതിയൊരു എപ്പിസോഡ് തുടക്കം കുറിക്കുകയാണ്. ഒരുപാട് കൂട്ടുകാർ പ്രസംഗവുമായിട്ടും അവരുടെ ഓരോ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുന്നതായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹാദി പി ആണല്ലേ? അതെ, അബ്ദുൽ ഹാദി പി മലയാളം സ്റ്റോറിയാണ്. KMUP പാറക്കൽ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അബ്ദുൽ ഹാദി. മലയാളം സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. പണ്ടൊരു കാട്ടിൽ ഒരു അമീൻ എന്നൊരു കൊച്ചു മിടുക്കൻ തന്റെ ചുവന്ന സൈക്കിളിലൂടെ ഗ്രാമത്തിലൂടെ ചുറ്റുകയായിരുന്നു. അപ്പോൾ അവന്റെ അൽവാഫിയായ അബ്ദുള്ള ഉപ്പാപ്പയെ അവൻ കണ്ടുമുട്ടി. അപ്പോൾ ഉപ്പാപ്പയുടെ കയ്യിൽ ഒരു ഭാരമേറിയ സഞ്ചിയും ഉണ്ടായിരുന്നു. ഉപ്പാപ്പയുടെ സഞ്ചിയിൽ നിന്ന് ഒരു ഓറഞ്ച് താഴെ വീണു. അതെടുക്കാൻ ഉപ്പാപ്പ പാടുപെടുന്ന അമീൻ കണ്ടു. അമീൻ ആ ഓറഞ്ച് എടുത്തു കൊടുത്തു. എന്നിട്ട് അവൻ ഓർത്തു, മുതിർന്നവരെ സഹായിക്കുന്നത് പുണ്യകരമാണെന്ന് അവന്റെ ഉപ്പ അബ്ദുള്ള പറയുന്നത് അവൻ ഓർത്തു. അപ്പോൾ അവൻ അവന്റെ ചുവന്ന സൈക്കിളിലെ പാത്രത്തിൽ അവന്റെ ഉപ്പാപ്പയുടെ കയ്യിലുള്ള ആ ഭാരമേറിയ സഞ്ചി വെച്ചു. എന്നിട്ട് ഉപ്പാപ്പയുടെ വീട് വരെ അവൻ സൈക്കിൾ ചുവട്ടി വന്നു. എന്നിട്ട് ആ സഞ്ചി ഉപ്പാപ്പയ്ക്ക് നൽകി. ഉപ്പാപ്പ അവൻക്ക് സമ്മാനമായി ഒരു മാമ്പഴം പറിച്ചു കൊടുത്തു. അപ്പോൾ അവൻക്ക് മനസ്സിലായി, മുതിർന്നവരെ സഹായിക്കുന്നത് പുണ്യകരമാണെന്ന്. എല്ലാവരും ഈ റമദാനെ സഹായിച്ച് മുന്നേറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പരസഹായം ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരിക്കണം, അവരിലുണ്ടായിരിക്കേണ്ട ഒരു ഗുണമായിരിക്കണം എന്നാണ് അബ്ദുൽ ഹാദിയുടെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? 5ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. ഉഷാറായിട്ട് അവതരിപ്പിച്ചു അല്ലേ? അതെ. അടുത്തതായി പീസ് റേഡിയോ ശവ്വാൽ അമ്പിളി പ്രത്യേക പ്രോഗ്രാമിൽ ഇസ മെഹറിൻ ഒരു മലയാള ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു. പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭോ നിന്റെ പ്രബോധനം പ്രശോഭികമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി നാഥാ നിലാവിൽ തൂകും ഇതായി പകൽ പ്രകാശമേകാൻ മണ്ണും വിണ്ണും കണ്ണിൽ നിന്നും മിന്നും രൂപമായി അന്നും ഇന്നും എന്നും നാഥാ നിൻ ദൃഷ്ടാന്തമായി നഹ്മദുല്ലാഹ് നഷ്കുർ
പ്രബോധനം പ്രശോഭികമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി കടലൊരു തിരയാകും കുടകുടമിഴി തൂകും കര തിരഞ്ഞൊരു നുര ചിതറും നിൻ കുതിരത്താൽ പറവകളുടെ ലോകം പറന്നുയർന്നവ വേഗം പരിമിതികളെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചല്ല മരുപ്പച്ച വിരിച്ചിട്ട തായ്വര നിരകൾ ശിലാശില്പം വരച്ചിട്ട പർവ്വത നിരകൾ ഇരുൾ വായ്ത്തിടും കൽബിൻ പൊരുൾ വായ്ത്തിടും അരുൾ ചെയ്തതോ വചനം അതിൽ കോർത്തിടും പ്രപഞ്ചമാകെ പ്രഭാമയമായി പ്രഭോ നിന്റെ പ്രബോധനം പ്രശോഭികമായി പ്രകൃതിയാകെ പ്രതീകമായി നിൻ പ്രിയങ്കരം മനോഹരം അലങ്കാരമായി. മാഷാ അല്ലാ, നല്ല അടിപൊളി സൗണ്ടും അല്ലേ, അടിപൊളി ഗാനം. തലയുടെ ഒരു കഴിവിനെ പ്രശംസിക്കുന്ന രൂപത്തിലുള്ള ഇസാ നെഹറിൻ്റെ മലയാള ഗാനമാണ് നമ്മൾ കേട്ടത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, GHS വൻമുഖം അല്ലേ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇസാ മെഹറിൻ. ഉഷാറാക്കി. അതെ, ഇവിടെ നമ്മുടെ റേഡിയോയിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളും ഇവിടെ ഈ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ പണ്ടൊക്കെ ഈ ഉസ്താദുമാർക്ക് വീട്ടിൽ നിന്ന് ചിലവിന് കൊടുക്കും, ഓരോ വീട്ടിൽ നിന്നും. പണ്ടൊക്കെ അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു, വീട്ടിലായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഇതിനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഒരു 300 വീടുള്ള ഒരു മഹല്ല്, അവിടെ വർഷത്തിൽ ഒരു തവണയാണ് എന്ത് കിട്ടുക, ചാൻസ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് കിട്ടിയ ദിവസം എന്ത് ചെയ്യും, ഞാൻ മാക്സിമം നന്നാക്കി കൊടുക്കാൻ ശ്രമിക്കും. അതാണ് സത്യത്തിൽ ഫലത്തിൽ ഉസ്താദുമാർക്ക് എന്നും നല്ല ഭക്ഷണമായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്ക് വർഷത്തിൽ കിട്ടുന്ന ഒരു ദിവസമാണ്, അപ്പോൾ അന്ന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഓരോരുത്തരും റേഡിയോയിലേക്ക് എന്ത് ചെയ്യണത്, പ്രോഗ്രാമുകൾ അയക്കണത്. അതായത് അവർക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് അവരുടെ ബെസ്റ്റ് അവരെന്ത് ചെയ്യും, പുറത്തെടുക്കും. ടോട്ടലി റേഡിയോയിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും മനോഹരമായി തീരുകയും ചെയ്യും. എന്നതുപോലെയാണ് നമ്മുടെ ഓരോ കുട്ടികളുടെയും പ്രോഗ്രാമുകൾ ഏറ്റവും മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നതും അയച്ചു തരുന്നതും. പീസ് റേഡിയോ ചൊവ്വാലമ്പിളി പ്രത്യേക ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തതായിട്ട് നമ്മോടൊപ്പം ആരാണ്? നസ ഫാത്തിമ CP ആണ്. അതെ, ഖിദ്മത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ എടക്കുളം, അവിടെ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് നസ ഫാത്തിമ. എന്ത് പ്രോഗ്രാമാണ്? മലയാളം സോങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. Assalamu alaikum warahmatullahi wabarakatuh. I'm Naza Fatima. I'm going to sing a song. Zuhira batul zakiya raziya shajarugal tarama salaminde സുഹൃതം തരുമൊരു ശരഫുടെ നിധി മതി സന്തോഷപ്പുന്തിര സന്തം മുന്തിര സുന്ദര സന്ദേശ സുര കുരുൾ കസ്തൂര അഹമ്മദ് പുണർന്ന് സുഗന്ധവല്ലേ വേഗം പുകന്തകണ്ണി പിറന്ന് ലഭിക്കുമ്പോൾ ഫാത്തിമത്ത് സുഹറ മിച്ചമിൽ അക്ഷരം മറ്റൊരു ഗോസ മിക മിക തിക തിക സഖി അലി ഹോജ തരുൾ തരുൾ ബുഷ്റ നബിതൻ ഉരുൾ മകൾ സുഹറ മഹിന കളറിന്റെ കഷണമില്ലൊരു പിടി മഹിർമതരമത ഉളങ്ങിങ്ങും വെളിപ്പെടെ തരം പൊന്മത വിധി തരം തേനടി മുടി തിരുഗുരു അവൾ പൂക്കകൾ മഹിര മുത്തുശ്രുതിലാണ് പിത്തനെ ചൊന്നിന്നെ ഒറ്റക്കു നൽകുമുണ്ടേ
ശിരനിമിട്ടേ ഒത്തുശ്രുതിനാടെ പിത്തനേറ്റു നിന്നെ ഒറ്റക്കുടലുകളുണ്ട് ശിരനിമിട്ടേ തളർത്തു നടപ്പടി എടുത്തു വിമുഖമി എടുത്തു വിരുദ്ധമേ അടുത്തിടല പടച്ചട്ട കൊടുത്തിട്ട് പഴച്ചട്ട കൊളുത്തിട്ട് പുതുമരം ചമിഴ്ന്നിട്ട് പുറത്ത് കൂടിടല. സ്കൂൾ മത്സരവേദികളിലും ഒക്കെ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് സാധാരണ കുട്ടികൾ പാടുന്ന ഒരു പാട്ടാണ് ഇത് അല്ലേ? നസാ ഫാത്തിമ അത് മനോഹരമായിട്ട് തന്നെ നമുക്ക് പാടിത്തന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. ഏറ്റവും മനോഹരമായിട്ട് അവളുടെ ഏറ്റവും ബെസ്റ്റ് അവൾ എന്ത് ചെയ്തു, പുറത്തെടുത്തു. ഇനിയും കൂടുതൽ അവസരങ്ങളിൽ നമ്മളുമായിട്ട് അവൾ പാട്ടുമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ശ്രോതാക്കളുമായി ഒരു പാട്ട് പങ്കുവച്ചിരിക്കുന്നതാരാണ്? അസ അമാന കെ എം ആണ്. അസ അമാന കെ എം ഒരു മലയാള ഗാനമാണ്. അതേ സ്കൂളിൽ തന്നെയുള്ള അല്ലേ? 3ാം ക്ലാസ്സുകാരിയാണ് അല്ലേ? അതെ. ഖിദ്മത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. മലയാള ഗാനവുമായിട്ട് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. Assalamu alaikum warahmatullahi wabarakatuh. I am Azza Amana. I am going to sing a song. Zuhra batul saqiya ramiya shajarugal kanawa salamde sudam terum purusharappude nidhi nadi sandasha punjir shandam punjiri chandiri sura purul kasura ahmad purami sugandhamili negandippu gandhamili ungal medikumbol fatimatu zura michami laksham michami goja gati gati kasakiya oja tarul visura vitan urumagal zura. അസ അമാന കെ എം അല്ലേ? നേരത്തെ നമ്മുടെ നസ ഫാത്തിമ CP പാടിയ അതേ പാട്ട് തന്നെയാണ് നമ്മുടെ അസ അമാനയും ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. രണ്ടുപേരും എനിക്ക് തോന്നുന്നു രണ്ടുപേരും സ്കൂളിൽ വെച്ച് ഒരേ സമയം പഠിച്ച പാട്ടാണെന്ന് തോന്നുന്നു. ഒരേ സ്കൂളിലാണ്. ശരിയാണ്. അതെ. അപ്പോൾ ഏതായിരുന്നാലും രണ്ടുപേരും വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അസയും നസയും അല്ലേ? ഏതായിരുന്നാലും അടുത്തതായിട്ട് നമ്മോടൊപ്പം ആദിയ ഫാത്തിമ മലയാളം സോങ്ങുമായിട്ടാണ് വരുന്നത്. യെസ്. അൽ മദ്രസത്തു സലഫിയ തരിഷ് അതിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ആദിയ ഫാത്തിമ. നമുക്ക് കേൾക്കാൻ പാട്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്തുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെന്തുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ, ഇതുപോലുറക്കുന്നൊരുമ്മ പൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്തുമ്മാന്റെ സ്വരമേ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും രഥമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന്
ഉമ്മാന്റെ മയ്യത്ത് ഞാൻ മരിക്കുന്നതാണെന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തും താരാട്ട് പാട്ടുകൾ കേൾക്കാത്തതായിട്ട് എന്താ പറയുക, നമ്മളാരും ഉണ്ടാവില്ല. ഇല്ല. യഥാർത്ഥത്തിൽ ഉമ്മമാരുടെ താരാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അതൊരു പ്രത്യേക തരം സംഗീതമാണ്. അതായത് ഒരു കുട്ടി, അത് മകനാവട്ടെ മകളാവട്ടെ, ഏതൊരു കുട്ടിയായാലും ഒരു ചെറിയ കുട്ടി, അത് ഉമ്മാൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നതും ആ ഒരു പാട്ടിലൂടെ, അതിപ്പോൾ ഉമ്മാക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ടാകണം അല്ലെങ്കിൽ നല്ല പാട്ടുകാരിയാവണം എന്നൊന്നുമില്ല. ഉമ്മയുടെ ഒരു താരാട്ട് പാട്ട്, ഏത് പാട്ടാവട്ടെ, അത് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊരു സമാധാനവും ഒരു സുരക്ഷിതത്വ ബോധവും ഒക്കെയാണ് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുക. ആ ഒരു സമാധാനത്തിലാണ് പല കുട്ടികളും ഏത് അസുഖമുണ്ടെങ്കിലും ഒക്കെ ഉറങ്ങുന്നത് ആ ഒരു പാട്ടിലൂടെയാണ്. അതൊരു പ്രത്യേക തരം ഒരു 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 മാന്ത്രിക ശക്തിയെന്നൊക്കെ നമുക്ക് പറയാം ഉമ്മാൻ്റെ താരാട്ട് പാട്ട്. അത് കേൾക്കുക, അത് ആസ്വദിച്ചുറങ്ങുക എന്നുള്ളതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തും നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സൗഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കട്ടെ. അടുത്തതായിട്ട് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ലന മെഹറിൻ. ലന മെഹറിൻ മലയാള സോങ്ങാണ് അവതരിപ്പിക്കുന്നത്. അതെ, HMYHSS മഞ്ചേരിയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലന. ഇൻഷാ അല്ലാ നമുക്ക് ആ സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താരാട്ടു പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ. താരാട്ടു പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാ നിന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാ നിന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്ന് ആരടി മണ്ണിലാണല്ല. ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നല്ല. പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം ഇന്നു ആരടി മണ്ണിലാണല്ല. ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നല്ല. നഷ്ടപ്പെട്ട ഉമ്മയുടെ സ്നേഹം അത് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ആവലാതിയാണ് പാട്ടായിട്ട് ഇവിടെ ലന മെഹറിൻ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ?
അതിൽ ഉമ്മയുടെ താരാട്ട് പാട്ടും ഉമ്മ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആ ഒരു കുട്ടിയെ ഏത് രൂപത്തിൽ സംരക്ഷിച്ചുവോ അതൊക്കെ ഇങ്ങനെ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നത് പോലെ നല്ല മനോഹരമായ വോയിസിൽ നമ്മുടെ ലനാ മെഹറിൻ അല്ലേ 6ാം ക്ലാസ് കുട്ടിയാണ്. നന്നായിട്ട് വളരെ മനോഹരമായിട്ട് അവൾ ആ ഒരു എന്താ പറയുക, ഈ പാട്ടിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഇവളുടെ വോയിസാണ്. അത് ഒരു താരാട്ട് പാട്ട്, അതുപോലെ തന്നെ ഉമ്മയുടെ സ്നേഹം, അതൊക്കെ ഒരു ക്യൂട്ട് വോയിസിലൂടെ നമ്മൾക്ക് ലനാ മെഹറിൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ലനാ മെഹറിൻ്റെ മനോഹരമായ മലയാള ഗാനത്തിന് ശേഷം നമുക്ക് ഒരു അറബി ഗാനമായാലോ ഇനി ഇൻഷാ അല്ലാ അല്ലേ? അമീന ഹസ AM അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ അറബി ഗാനമാണ് GVHSS ഗേൾസ് നടക്കാവ് അല്ലേ? അതുപോലെ തന്നെ അവളുടെ മദ്രസയും കൂടെ കൊടുത്തിട്ടുണ്ട്. അൽ ബസീറ പെരുമണ്ണയിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ് അമീന ഹസ. അവളുടെ ഒരു അറബി ഗാനം കേട്ടാലോ? ഇൻഷാ അല്ലാ. الفاجرات نشوة المخدرات قتل نفسها لنا بلا مروة قدم عن قطعة بلا لطافة الفاجرات نشوة المخدرات قتل نفسها لنا بلا مروة قدم عن قطعة بلا لطافة بشربهم لمسكرات للخلة لفرختي قد نسوا عشيرتهم أقرباهم وحرم الله ذلك لخيولهم تبتد قلوبك تدمر لغيشك تفجر تهذر عقول نفسك تفجر تهذر عقول نفسك قلت الفاجرات نشوة المخدرات قتل نفسها لنا بلا مروة قدم عن قطعة بلا لطافة لا تشرب الخمور وهي مفتاح الشرور لا تشرب الخمور وهي مفتاح الشرور تبين الرسول لنا للنغمنا تحسد لعصتق تقاتلا لأقرب من الخمور قد سمعنا في جوارنا واجتنبوا من الشراب وابتعدوا من الخراب واجتنبوا من الشراب وابتعدوا من الخراب بذاك قال الله لنا في القرآن الفاجرات نشوة المخدرات قتل نفسها لنا بلا مروة قدم عن قطعة بلا لطافة. അമീൻ അമീന ഹസയാണ് പാടിയത്. നിങ്ങളെ പേര് അമീന എന്നാണ്? ഇത് അമീനയാണ്. അമീനയാണ് അല്ലേ? അമീനയുടെ ഈ ഒരു പാട്ട് അറബി ഗാനം പാടുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് അല്ലേ? അത് ഖുർആൻ പാരായണമായാലും അറബി വായനയായാലും സംസാരമായാലും എന്തായാലും അല്ലേ? അപ്പോൾ ഈ എന്താ ഖുദ്ദ മറ എന്നൊക്കെ പറയുമ്പോൾ അത് ആ കാഫൊക്കെ അങ്ങനെ തന്നെ വരിക അല്ലേ? അങ്ങനത്തെ കൃത്യമായ ഉച്ചാരണത്തിലൂടെ നല്ല മനോഹരമായിട്ടാണ്, നല്ല ശബ്ദം. അതെ, എടുത്തു പറയേണ്ടത് അവളുടെ ശബ്ദമാണ്, മറ്റൊന്ന് അവളുടെ ഉച്ചാരണമാണ് അല്ലേ? അറബി ഗാനത്തിന് ഏറ്റവും ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ ചില ഉച്ചാരണങ്ങളാണ്. അത് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ, അറബ് നാടുകളിലൊക്കെ വേറെ, നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പരിഗണിക്കുക അങ്ങനത്തെ ഉച്ചാരണങ്ങളും കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ അമീന വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നെ നമുക്ക് പറയാം ഇൻഷാ അല്ലാ. അടുത്തതായിട്ട് ആരാ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്ന്? ഫാത്തിമ ഫിസയാണ്. ഫിൽസ അല്ലേ? ഫാത്തിമ ഫിൽസ ഒരു മലയാള ഗാനമാണ്. സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരിയാണ് ഫിൽസ. കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാ.
അസ്സലാമു അലൈക്കും. കാണാം നമ്മുടെ കണ്ണുകളിൽ കാഴ്ചകൾ തീകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കാണാം നമ്മുടെ കണ്ണുകളിൽ കാഴ്ചകൾ തീകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കേൾക്കാം നമ്മുടെ കാതുകളിൽ കഴിവതും നൽകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. കേൾക്കാം നമ്മുടെ കാതുകളിൽ കഴിവതും നൽകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാൻ കാലുകൾ നൽകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാൻ കാലുകൾ നൽകിയതാരാണ്? പറയാം മറുപടി നാൻ. അവനാണേകൻ അല്ലാഹു, അവനാണേകൻ അല്ലാഹു. അവനാണേകൻ അല്ലാഹു. യെസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വാനോളം പുകഴ്ത്തുന്ന മനോഹരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ ഫിൽസമോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. മറ്റു പ്രോഗ്രാമുകളുമായിട്ട് പീസ് റേഡിയോ നമ്മുടെ കൂടെയുണ്ട്. ചൊവ്വാലമ്പിളി പെരുന്നാൾ ദിന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ കൂടെ ഒട്ടനേകം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. തീർന്നിട്ടില്ല നമ്മുടെ കുട്ടികളും പ്രോഗ്രാമുകളുണ്ട് അല്ലേ? ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ എപ്പിസോഡുകൾ ഇനിയും വരും ഉണ്ട്. അപ്പോൾ ശ്രോതാക്കൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ നമ്മുടെ മക്കളെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ഈ മദ്രസ പോലെയുള്ള, അതുപോലെ തന്നെ ടെലിക്വിസ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുക. നമ്മൾക്ക് കിട്ടിയ അതുപോലെയുള്ള ദീന്, യഥാർത്ഥമായ ദീന് നമ്മുടെ മക്കൾക്കും കിട്ടട്ടെ. അതിന് പീസ് റേഡിയോ ഒരു കാരണമായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.